ഇതുപോലത്തെ കല്ലും മുത്തൊക്കെയുള്ള മെറ്റീരിയൽ വെച്ചിട്ട് ഡ്രസ്സ് ചെയ്തെടുത്താലേ അവസാനം കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് നേരെടുത്ത് ഏറെ ഇഷ്ടത്തോടെ ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൊരു വർക്കാണ് ഇട്ടത്. എത്രയോ വട്ടം ഞാൻ ഷോപ്പിലൊക്കെ പോയിട്ട് ഇതേപോലത്തെ മെറ്റീരിയൽ കണ്ടിട്ട് വാങ്ങിക്കാതെ പോന്നിട്ടുണ്ട്. എന്നെപ്പോലെ തന്നെ ഒട്ടുമിക്ക സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുടെ ആഗ്രഹമായിരിക്കും ഇതേപോലെ ഹെവി ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത്. ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് കേട്ടോ ഈ കസ്റ്റമർ എനിക്ക് ഈ വർക്ക് തന്നിട്ടുണ്ടായിരുന്നത്. ആൾ അത്യാവശ്യം നല്ല തടി ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു ഡ്രസ്സ് അവർക്ക് എത്രത്തോളം കംഫർട്ട് ആവും എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ കസ്റ്റമറിനെ കാട്ടി കൂടുതൽ ടെൻഷൻ എനിക്കാണ് ഉണ്ടാവാറുള്ളത്. കാരണം അവർ എന്നെ വിശ്വസിച്ചൊരു വർക്ക് തരുമ്പോൾ അവർ വിചാരിച്ച ആ ഒരു ലെവലിലേക്ക് ഇത് എത്തിക്കാൻ പറ്റണേ എന്നുള്ളതാണ് എൻ്റെ പ്രാർത്ഥന. സാധാരണ ഞാനൊരു ഗൗണൊക്കെ ചെയ്യുന്ന സമയത്ത് അത് നെറ്റിൻ്റെതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആയിട്ടാണ് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. പക്ഷെ നമ്മുടെ ഈ കസ്റ്റമറിനെ പോലെ പ്ലസ് സൈസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ അത്രയും ഹെവി ആയിട്ട് ഫ്രിൽസൊക്കെ ഇട്ട് കൊടുത്താലേ ഉള്ള തടീനെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലായിട്ട് തോന്നിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. സ്ലീവിൽ ലൈനിങ് കൊടുക്കാതെ ഫുൾ സ്ലീവ് ആയിട്ടും പിന്നെ നെക്ക് കൂടുതൽ വൈഡ് ആക്കിയിട്ടും ഒക്കെ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിക്ക് ആൾക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ വിചാരിച്ചാലും കൂടുതൽ അയക്കണ്. കാരണം ഞാൻ ഇങ്ങനെ നല്ലേന്ന് എക്സ്പെക്ട് ചെയ്തത്, പക്ഷെ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതലായിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി. താങ്ക് യു. അവസാനം അവർ പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം അത് പറഞ്ഞറിയിക്കാവുന്നതിലും കൂടുതലാണ്. ഈ കസ്റ്റമറിനെ പോലെ തന്നെ നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക്